ഹലോ! അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ദേവികയുടെ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണോ? അതേ കൂട്ടുകാരെ, നമ്മുടെ ഇസബെല്ല ചന്ദ്രോത്ത് വീട്ടിൽ വരുന്നുണ്ട്. അത് എന്തുദ്ദേശത്തിലാണ്, എന്തൊക്കെ പദ്ധതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പ്രൊമോയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും നമ്മുടെ ഇസബെല്ല അവിടെ കേറിക്കൂടാൻ തന്നെയാണ് സാധ്യത. അല്ല, ഇസബെല്ല വന്നിട്ട് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മ ഒന്നും കൊണ്ടും സങ്കടപ്പെടണ്ട, ഞാനുണ്ടാകും. നന്ദനെ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ വലിച്ചഴക്കില്ല, അവനൊരു വിധിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ പ്രഭാവതിക്ക് ഇസബെല്ലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇസബെല്ലനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടേ. അപ്പൊ ഈ രംഗങ്ങൾ കണ്ടിട്ട് നമ്മുടെ ദേവിക വരുന്നുണ്ട്. അപ്പൊ ദേവിക ഇതാരാണിത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ എന്താണ് ഇത്രയ്ക്കും സ്നേഹം കാണിക്കുന്നേ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ശാരി ആണെങ്കിലോ ഗൗരിയുടെ ആങ്ങളെ കെട്ടില്ല എന്നുള്ളൊരു കടുത്ത വാശിയിലാണ്. അയാൾക്ക് കല്യാണം പെട്ടെന്ന് വേണമെങ്കിൽ വേറെ പെണ്ണിനെ നോക്കിക്കോളൂ, എന്തായാലും എനിക്കിപ്പോ കല്യാണം ആവശ്യമില്ല എന്ന് നമ്മുടെ ഗൗരിയുടെ മുഖത്ത് നോക്കിയും അമ്മയുടെ മുഖത്ത് നോക്കിയും പറയുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പുറത്ത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.